ഹലോ. ചൂടെടുക്കുന്നുണ്ടെങ്കിലും ഇതിട്ട് എന്താണെന്നറിയോ, പുറത്ത് പോയിട്ട് വന്നപ്പോൾ സ്വെറ്റർ ഞാൻ നോക്കുമ്പോൾ സെയിം കളറിലെ സാരി കിടക്കുന്നു. അപ്പോൾ അതെടുത്തും കൊടുത്തു. ഇതൊക്കെയല്ലേ ഒരു രസം. അപ്പോൾ നമ്മൾ ഈ യൂട്യൂബിലും അല്ലെങ്കിൽ ഒരുപാട് ഇൻഫ്ലുവൻസിങ്ങും ഒരുപാട് ടോക്സ് കൊടുത്തിട്ട് മാനിഫെസ്റ്റേഷനും ഒക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അതെങ്ങനെയാണ് അവരുടെ പുറകിൽ ആളുകൾ കൂടുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അത് നാച്ചുറലാണ്, നേച്ചറിൻ്റെ ഒരു ഫിനോമിനയാണ്. ഇപ്പോൾ മലയാളത്തിൽ പറയും, മുമ്പേ ഗമിക്കുന്ന ഗോക്കൾ തൻ പിമ്പേ ഗമിക്കുന്നു ഗോക്കളല്ല എന്ന്. അതായത് മുമ്പേ ഗമിക്കുന്ന ഗോവിൻ്റെ ഒരു പോകുന്ന ഒരു ഗോവെന്ന് പറഞ്ഞാൽ കൗൻ്റെ പുറകിൽ ഇങ്ങനെ വരിയായിട്ട് പശുക്കൾ പോകുന്ന കണ്ടിട്ടില്ലേ? അതെന്തുകൊണ്ടാണ്? ആ ഒരു പശു ഒരു ലീഡർ ആയതുകൊണ്ടല്ലേ. അതായത് ആ പശുവിന് പക്ഷെ എന്നാൽ ഈ മറ്റു പശുക്കളെക്കാളും കൂടുതൽ ആരോഗ്യമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പവറുണ്ടോ? അതാണ് ആ ഒരു ചെറിയ ഒരു ലീഡിങ് കാണിച്ചു കൊടുക്കുകയാണ് അവരെ ഈ പശുക്കളെ പോലെ തന്നെയാണ് 10 ലിറ്റർ പാല് തന്നെ കൊടുക്കുന്ന പശുവായിരിക്കും അല്ല. പക്ഷെ മേയം വിട്ട് കഴിയുമ്പം ഒരു ലീഡിങ് കാണിച്ചു കൊടുക്കുന്ന ആരാണോ അവരുടെ പിന്നാലെ പോകും. അതാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ ലീഡിങ് കാണിച്ചു കൊടുക്കുന്നത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചാണ് ക്ലച്ച് പിടിക്കുക. ഇപ്പോൾ ഭക്തി മാത്രം പറയുന്ന ആൾക്കാർക്ക് ഉണ്ടല്ലോ, അവരുടെ ഭക്തിമാർഗം ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാം അവരുടെ പിന്നാലെ പോകും. അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാം പറയുന്ന ആളുകളുണ്ട്. ഇപ്പം എന്നെപ്പോലെ എല്ലാം ഞാൻ പറയില്ല. ഞാൻ ഇതിനകത്ത് ചിലപ്പോൾ എൻ്റെ ഫാമിലിയിൽ ഉള്ള കുശുമ്പുകൾ പറഞ്ഞു തന്നിരിക്കും, അല്ലെങ്കിൽ എന്നെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കും. ചിലപ്പോൾ ഞാൻ ഭക്തി പറഞ്ഞു തന്നിരിക്കും, ചിലപ്പോൾ മോട്ടിവേഷൻ പറഞ്ഞു തന്നിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഇതെന്ന് വെച്ചാൽ എൻ്റെ അടുത്തേക്ക് ആൾക്കാർ വരും. പക്ഷേ അത് ഒരു പർട്ടിക്കുലർ സ്പീഷീസ് മാത്രമായിരിക്കില്ല എന്നെ കാണാൻ വരുന്നത്, അല്ലേ? പലതരത്തിലുള്ളവരും വരുമായിരിക്കും. പക്ഷെ ഒരു കാര്യം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ അടുത്തേക്ക് അതിനോടിഷ്ടമുള്ള ആൾക്കാർ തന്നെ ചെല്ലും. ഭക്തി തന്നെ ഞാൻ പറയുന്നത്. ഇപ്പം നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഭക്തി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് നമ്മൾ പോവില്ല. അതേസമയം എല്ലാം മിക്സ് ചെയ്ത് പറയുന്നിടത്തേക്കാണെങ്കിൽ എന്നെപ്പോലെ ചിന്തിക്കുന്നവർ അതിലേക്ക് പോകുമായിരിക്കും, അല്ലേ? ഇപ്പം എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, എല്ലാവരും ചോദിക്കുന്നില്ല ഈ യൂട്യൂബിൽ വന്നിരുന്ന് പറയുന്നവരെയൊക്കെ ഇങ്ങനെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാൻ പാടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നതിന് എന്നോട് ഒരാൾ ചോദിച്ചതിന് ഞാൻ പറയുന്നതാണ് കേട്ടോ. അവർക്ക് എന്താണ് സ്പെഷ്യൽ ഉള്ളത്? നമ്മളെപ്പോലെ തന്നെയല്ലേ അവരും എന്തോ എന്ന് പറയുന്നു, നമ്മളത് പിന്നാലെ കേൾക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ കേൾക്കുന്നതിൽ തെറ്റൊന്നുമില്ല. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് കറക്റ്റാണ്. കാരണം അപ്പം നമുക്ക് എന്തുകൊണ്ട് ആ രീതിയിൽ പോകരുത് എന്നുള്ള വിസ്ഡം ഉണ്ടാകണം നമ്മൾ, കേട്ടോ. അല്ലാതെ അവർ പറയുന്നത് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്ത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഫൂൾസായി പോകുന്നത്. ഓക്കെ, അത് ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് പറയുന്നവരുടെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും നമ്മൾ അത് നമ്മൾ പഠിച്ചോളൂ, കേട്ട് മനസ്സിലാക്കി മാറിപ്പോക്കോളൂ. അവർക്ക് ആ യൂട്യൂബ് കൊണ്ട് പണം അവരുണ്ടാക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. പക്ഷേ അവരും നമ്മളെപ്പോലെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ച് കൂടുതൽ അറിവുണ്ടാക്കിയിട്ട് വന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ അത് നമ്മൾ ജീവിതത്തിലേക്ക് എടുക്കണോ വേണ്ടിയോ എന്നുള്ളത് നമ്മളുടെ ഇഷ്ടമാണ്. നമ്മളാണത് തീരുമാനിക്കേണ്ടത്. നമുക്കത് ഗുണമാണോ ചെയ്യുന്നതെന്ന് നമ്മൾ തീരുമാനിച്ചേ പറ്റുള്ളൂ. അതിനുള്ള ബുദ്ധിയും വിസ്ഡമൊക്കെ നമുക്ക് ദൈവം തന്നിട്ടില്ലേ? സ്പൂൺ ഫീഡിംഗ് എന്ന് പറഞ്ഞ കാര്യമൊന്നും ഇന്നത്തെ കാര്യത്തിൽ ആരും ചെയ്യൂലല്ലോ. നിങ്ങളെപ്പോലെ തന്നെയല്ലേ ഞാനും. അവിടെ ഇരുന്ന് കേൾക്കുന്ന 50 വയസ്സായ ആളുകൾ പോലെ തന്നെയല്ലേ ഞാനും. അതേ രീതിയിലല്ലേ ഞാനിരിക്കുന്നത്. പക്ഷേ ഞാൻ വന്ന് വരുന്ന വഴികളിൽ ഞാൻ ഗ്യാദർ ചെയ്ത ചില മോസസ് ഉണ്ട്. നല്ല മോസസും ഉണ്ട്, അല്ലെങ്കിൽ ചീത്ത മോസസും ഉണ്ടാവും, അല്ലേ? അപ്പോൾ അതിൽ നല്ല മോസസ് മാത്രം നിങ്ങളെടുക്കുക ഞാൻ പറയുന്നതിൽ. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പെബിൾ ഇങ്ങനെ ഒരു മുകളിലൊരു മലയുടെ മുകളിൽ നിന്നൊരു വലിയ കല്ലായിട്ട്, ചെറിയൊരു കല്ലായിട്ട് പൊട്ടി വീണതായിരിക്കാം പല കാരണങ്ങൾ കൊണ്ട്. അത് റിവറിൽ കിടന്ന് ഉരുണ്ട് എത്രയോ കാലം കൊണ്ടായിരിക്കും അല്ലേ ആ ഷേപ്പ് വന്നിട്ടുണ്ടാവുക. അല്ലാതെ അങ്ങനെയുള്ളൊരു പെബിളങ്ങ് ഉണ്ടായി വരുന്നതാണോ? അല്ല. അതിങ്ങനെ അതിൽ കിടന്ന് വെള്ളം പോയി പല സർഫസുകളിലും ചിലപ്പോൾ മുട്ടിയും തേഞ്ഞും ഒക്കെയല്ലേ അതങ്ങനെ പോളിഷ്ഡായിട്ട് വരണേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ കേൾക്കാം. എപ്പോഴും ഒരാൾ പറയുന്നതും തള്ളിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് ഗുഡ്. ഓൾവേസ് യു ഹാവ് ടു ഞാൻ അന്ന് പറഞ്ഞ പോലെ ഗിവ് എ തോട്ട്.
ആൻഡ് ടേക്ക് എവ്രിതിങ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അതിൻ്റേതായ പ്രാധാന്യം കൊടുത്താൽ മതി. നമ്മൾക്ക് മനസ്സിലാകാത്തത് വേറൊരാൾ പറഞ്ഞു തരുന്നതിൽ യാതൊരു തെറ്റില്ല, അത് മനസ്സിലാക്കുക, അത് തെറ്റൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് ഈ യൂട്യൂബിലൊക്കെ 1 മില്യൺ ഫോളോവേഴ്സും 2 മില്യൺ ഫോളോവേഴ്സും ഒക്കെ ആൾക്കാർക്ക് അത് ചോദിച്ചില്ലേ. അതിന് ഞാൻ പറഞ്ഞാണ് അവരെന്താ സ്പെഷ്യലാണോ എന്ന് ചോദിച്ചാൽ അവർ നമ്മളെക്കാളും ഒരുപാട് ബുദ്ധിയും ഇതും അല്ല അവർക്കുള്ളത്. അവർ ആ ലീഡ് ചെയ്യാനായിട്ട് അവരൊരു ആ പശു കാണിച്ച പോലെ ആദ്യം നടക്കാനായിട്ട് പെട്ടെന്നൊരു ഏർജ് അവർ കാണിച്ചു, അവർ ആ കറേജ് എടുത്തു. അതുകൊണ്ടാണ് ബാക്കിയുള്ളവരൊക്കെ അവരുടെ പുറയിൽ ഇങ്ങനെ പോകുന്നത്. ആ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ളവർ അതിലേക്ക് പോകും. ഇപ്പോൾ ഈ നിങ്ങളിങ്ങനെ ഇത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടത് അണ്ടർ സീ അക്വേറിയം ഉണ്ട് സാൻ ഫ്രാൻസിസ്കോയിൽ കേട്ടോ. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ സ്കൂൾ ഓഫ് ഫിഷിനെ കണ്ടത്. ഫിഷിൻ്റെ ഗ്രൂപ്പിനെ പറയുന്ന പേരാണല്ലോ സ്കൂൾ ഓഫ് ഫിഷ്. പിന്നെ ആളുകളെ ആണെങ്കിൽ ക്രൗഡ് എന്ന് പറയും അല്ലേ, മനുഷ്യരെ ആണെങ്കിൽ ഹ്യൂമൻ ബീങ്സിൻ്റെ കൂടി നിൽക്കുന്ന പറയുമ്പോൾ ക്രൗഡ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ കൂടി ഒരു പാക്കായിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഷ് ഇങ്ങനെ കിടന്ന് ഒരു പാറ്റേണിൽ ഇങ്ങനെ സിങ്ക്രണൈസ്ഡ് ആയിട്ട് കറങ്ങും. അതൊരു കാഴ്ചയാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ കറങ്ങുന്നതെന്ന് അറിയാമോ? അത് ഒരേ സ്പീഷീസ് തന്നെ ആയിരിക്കും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ അവർ ചെറിയ ചാളയൊക്കെ കേട്ടോ ഞാൻ കണ്ടത്. ചാള പോലത്തെ ഇങ്ങനെ തിളങ്ങണ അതിൽ കടലിൻ്റെ അടിയിൽ തന്നെയാണ് ഇങ്ങനെ ഉള്ളിലേക്ക് ഒരു ടണലിൽ നമുക്ക് പോയിട്ട് ഒരു ഓക്സിജൻ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ആ ടണലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ കാണാം. കടലിൻ്റെ ഉള്ളിലാണ് അതിങ്ങനെ തള്ളി നിൽക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഈ ഫിഷസൊക്കെ വരും. അവിടെ അതിനെ അട്രാക്റ്റ് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവരവിടെ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, അതായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഫിഷ് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഫ്ലാഷ് പോലെ ഇങ്ങനെ ചിലപ്പോൾ ബോൾ പോലെയൊക്കെ കറങ്ങും അതുങ്ങൾ. അപ്പോൾ അവർ എന്തിനാണ് അതിന് ചേരുന്നതെന്ന് വെച്ചാൽ ചില സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് സ്വിം ചെയ്യേണ്ട ആവശ്യമില്ല വെള്ളത്തിൽ. ഇത്രയും കൂട്ടത്തിൽ കിടക്കുമ്പോൾ ആ ഒരു മൂവ്മെൻറ്റിൽ തന്നെ അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചിലപ്പോൾ വലിയ വലിയ പ്രിഡേറ്റേഴ്സൊക്കെ വരുമ്പോൾ ഇല്ലേ, ഒരു മീനിനെ ആണെങ്കിൽ പെട്ടെന്ന് കപ്പ് എന്നും പറഞ്ഞുകൊണ്ട് തിന്നുകളയൂല്ലേ സ്രാഗൊക്കെ. ഇതാണെങ്കിൽ ഇനി ആരോ വിളിക്കുന്നുണ്ട്, പിന്നെ നോക്കാം. ഇതാണെങ്കിൽ കഴിക്കുന്ന ഫുഡ് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒറ്റയടിക്ക് ഇങ്ങനെ കഴിക്കാനായിട്ട് വലിയതായിട്ട് വിഴുങ്ങാൻ പറ്റില്ലല്ലോ ആ പ്രിഡേറ്റേഴ്സിന്, സ്രാവുകളും അങ്ങനെയുള്ള തിമിംഗലവും ഒക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. അപ്പം 2-3 റീസൺസ് ഉണ്ടാകും. പെട്ടെന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. അതാണ് സ്കൂൾ ഓഫ് ഫിഷിൻ്റെ ഇത്. അതേപോലെ തന്നെ ഷോൾ എന്ന് പറയുന്ന സാധനമുണ്ട്, SHOAL. അതും ഇതൊക്കെ തന്നെയാണ്, പക്ഷേ ഒരേ സ്പീഷീസ് ആയിരിക്കില്ല, ചാള തന്നെ ആയിരിക്കില്ല. അതിനകത്ത് അയിലയും ഉണ്ടാകും, തിരുത ഉണ്ടാകും, കുറേ സ്പീഷീസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രകമ്പനം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വല്ല വാട്ടറിൽ എന്തെങ്കിലും സുനാമിയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ അവർ ഷോള് ഫോം ചെയ്യുന്നത്. ഇതുപോലെ ചെറുമീനുകളെല്ലാം കൂടി പലതരത്തിലുള്ള സ്പീഷീസ് ഒന്നിച്ച് വരുമെന്നാണ് പറയുന്നത്. അത് സർക്കംസ്റ്റൻസസ് അനുസരിച്ചാണ് അത് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ യൂട്യൂബേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴും സർക്കംസ്റ്റൻസസ് അനുസരിച്ച് അവർ ഷോള് ഫോം ചെയ്യും, അല്ലെങ്കിൽ സ്കൂള് ഫോം ചെയ്യും. സ്കൂള് ഫോം ചെയ്യണമെങ്കിൽ പിന്നെ ഒരേ തോട്ടുള്ളവരായിരിക്കണം, നല്ലപോലെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ആൾക്കാരായിരിക്കണം. ഈ പറഞ്ഞ പോലെ സദ്ഗുരു, പിന്നെ മഹാത്രിയ എന്നൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ, അല്ലെങ്കിൽ രജനീഷ്, പിന്നെ മാതാ അമൃതാനന്ദമയി, സായിബാബ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ആ റിലീജിയസ് ഇതിലും ആ ഫിലോസഫിക്കൽ തോട്ട്സൊക്കെ നല്ല പ്രൊഫൗണ്ടായിട്ട് പറയുന്ന ആൾക്കാരുടെ അടുത്തേക്ക് അത്രയും ഇതുള്ള ആളുകൾ ചെല്ലും അല്ലേ. അപ്പോൾ ഇതാണ് ഈ യൂട്യൂബേഴ്സിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രവും. ചെറുതായിട്ടാണെന്ന് മാത്രം, തലം കുറച്ച് വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രം. ഇതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. ഞാൻ പല കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് പറയുന്നതിൽ ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വേറൊരു അയൽ എൻ്റെ അടുത്ത് ഇതിൽ പറയണ്ടായിരുന്നു, ചേച്ചി എന്താ ചേച്ചി ഈ എത്തിയോപ്യയിൽ വോൾക്കാനോ വന്നപ്പോൾ നമുക്ക് എന്താ പ്രശ്നം എന്നിങ്ങനെ ഒരാളിങ്ങനെ വെറുതെ സംസാരിച്ചപ്പോൾ പറഞ്ഞേട്ടാ. ഞാൻ പറഞ്ഞു എത്തിയോപ്യയിൽ വോൾക്കാനോ വന്നപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എന്താ പ്രശ്നം ഉണ്ടാവണം, ഇവിടെ കിടക്കണു എത്തിയോപ്യ, ആഫ്രിക്കൻ കൺട്രി അല്ലേ, അതിൻ്റെ മുകളിൽ വിൻഡല്ലേ, വിൻഡ് ക്യാരി ചെയ്യാത്ത സ്ഥലമുണ്ട്. എന്ത് ഫാസ്റ്റാണ് വിൻഡല്ലേ. അപ്പോൾ ആ വിൻഡിൻ്റെ ഉള്ള പവറിൽ ഈ വോൾക്കാനോ തരികളൊക്കെ വളരെയധികം ഹസാർഡസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അല്ലേ അതിനകത്ത്. അതൊക്കെ ഈ കാറ്റിൽ കയറി സക്ക് ചെയ്തെടുത്താലോ, ഇത് എയർപ്ലെയിൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ അത്ര. ഒരു പ്രാവശ്യം ഒരു നന്നായിട്ടൊരു ബ്രിട്ടീഷ് എയർലൈൻസ് ഇതുപോലെ ഏതോ ഒരു രാജ്യത്തിൻ്റെ മുകളിലൂടെ പറക്കുമ്പോൾ പെട്ടെന്ന് ഇവർ ഇടയ്ക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഓട്ടോ പൈലറ്റിൽ ഇരിക്കുകയായിരുന്നു അത്രേ. 1982 ഞാൻ നോക്കി വെച്ചായിരുന്നേ, ബോയിങ് 9 എന്നൊക്കെ പറഞ്ഞൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. 82 ഞാൻ നോക്കി വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ 72-ലല്ലേ ജനിച്ചേ. അപ്പോൾ 82-ൽ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ 10 വയസ്സ് എനിക്കിന്ന് നോക്കിയിട്ടാട്ടോ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്. 80s അവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ
ബോയിങ് അത് ഈ ഫ്ലൈറ്റിൽ പൈലറ്റ് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് പൈലറ്റിൻ്റെ ആ മുഖമില്ലേ, പൈലറ്റിൻ്റെ ഗ്ലാസ്, ഇത് എന്താ പറയണ, വിൻസ്ക്രീൻ എന്നാണോ പറയണത്, പൈലറ്റ് പുറത്തേക്ക് കാഴ്ച കാണുന്ന ആ ഫ്രണ്ട് ഭാഗത്തുള്ള ഗ്ലാസ് ഒന്നും കാണുന്നില്ല, പുക, ഭയങ്കര പുക. അപ്പോൾ ക്ലൗഡ് ആണെങ്കിൽ ഇവർക്ക് അറിയാമല്ലോ, അവിടെ ഇൻഡിക്കേഷൻ ഉണ്ടാകും, ഒന്നും കാണാനില്ല, ഇൻഡിക്കേഷനും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. പൈലറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണു, പെട്ടെന്ന് ഓക്സിജൻ ലെവൽ കുറയുന്നു. ഒരു ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ അവർ വരുമ്പോൾ അവർ പറയുമല്ലോ, ഇന്നിങ്ങനെ ഓക്സിജൻ ലെവൽ കുറയും, നമ്മൾ എയർ പോക്കറ്റിൽ ചാടാൻ പോവുകയാണെന്നൊക്കെ അവർ വിളിച്ച് പറയും. അതൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ആൾക്കാരൊക്കെ കുറച്ച് പാനിക്കായി തുടങ്ങി. അപ്പോഴേക്കും പൈലറ്റ് എല്ലാവരുടെയും ഇത് ഓക്സിജൻ മാസ്കൊക്കെ ടപ്പെന്നും പറഞ്ഞ് സീറ്റിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ് എല്ലാവരും ഓക്സിജൻ മാസ്കൊക്കെ എടുത്ത് വെക്കുകയാണ്. എടുത്ത് വെക്കുമ്പോൾ ഈ പൈലറ്റ് നോക്കുകയാണ്, നല്ല സീനിയർ പൈലറ്റാട്ടോ. അദ്ദേഹം നോക്കുമ്പോൾ, അതായത് ക്യാപ്റ്റൻ നോക്കുമ്പോൾ ഫസ്റ്റ് എഞ്ചിൻ പോയി, 4 എഞ്ചിനുണ്ട്, സെക്കൻഡ് പോയി, തേർഡും പോയി, ഫോർത്തും പോയി, പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്യാപ്റ്റൻ നോക്കുമ്പോൾ കോ പൈലറ്റിൻ്റെ ഓക്സിജൻ മാസ്കും പൊട്ടി, അയാൾക്ക് ബ്രീതിങ്ങും കിട്ടണില്ല, ഭയങ്കര ക്യാവോസ്. ആ സമയത്ത് ഈ ശരിക്കും നടന്ന കഥയാണ് കേട്ടോ. ഈ പൈലറ്റ് വന്നിട്ട് സിസ്റ്റം കൺട്രോൾ, നമ്മൾ സംസാരിക്കുന്ന അതിൻ്റെ അകത്തുള്ള അനൗൺസ്മെൻറ്റ് സിസ്റ്റം എടുത്തിട്ട് പറഞ്ഞു, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ, ദർ ഇസ് എ സ്മോൾ സിറ്റുവേഷൻ ഓവർ ഹിയർ, നമുക്ക് നമ്മുടെ 4 എഞ്ചിനും പോയി എന്ന് പറഞ്ഞു. അത് പറയുന്നത് വളരെ കാമായിട്ട് അത്രേ പറഞ്ഞത്. ബട്ട് ലെറ്റ് us see what we can do, ലെറ്റ് us pray എന്നെന്തോ അങ്ങനെ ഒരു ഇത് അനൗൺസ്മെൻറ്റ് പറഞ്ഞപ്പോഴേക്കും അതിനകത്ത് കുറേ പേര് അലറി കരയാൻ തുടങ്ങി, ചിലർ പ്രേയറിലേക്ക് ഇറങ്ങി. അങ്ങനെ ഇരുന്ന് മോളിൽ നിന്ന് ഡപ്പേന്ന് താഴോട്ട് വീഴുകയാണ് ഈ ഫ്ലൈറ്റ്. വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, വീണ് ഭയങ്കര ഫോഴ്സിൽ താഴോട്ട് അത് ക്രാഷാകാൻ പോവാണ്. അന്നേരം എവിടെയാണ് ചെന്ന് തട്ടുന്നത് അവിടെ ക്രാഷാകും എന്നുള്ളത് ഉറപ്പാണ്, എൻജിൻസ് ഇല്ലല്ലോ. താഴെ ചെല്ലുമ്പോഴേക്കും ഇവർ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ഈ പൈലറ്റ് റീസ്റ്റാർട്ട് ചെയ്യാൻ. 40 പ്രാവശ്യവും ഫെയിലായി. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറ്റാനായിട്ട് 41 ഇതിൽ എന്തായെന്നറിയില്ല, റീസ്റ്റാർട്ട് ചെയ്തു. ഒരു എൻജിൻ റോർ ചെയ്യാൻ തുടങ്ങി. റോർ ചെയ്ത് ആ എൻജിൻ പ്രോപ്പറായി, അപ്പോൾ ഒന്ന് സ്റ്റേബിളായി തുടങ്ങി. അപ്പോഴേക്കും ഇവർ അനൗൺസ് ചെയ്തു, ഡോണ്ട് വറി, എവറിത്തിങ് ഈസ് സ്റ്റേബിൾ, വി ആർ ടേക്കിംഗ് കൺട്രോൾ. അങ്ങനെ ഈ പൈലറ്റ് കൺട്രോൾ എടുത്ത് സെക്കൻഡ് എഞ്ചിനും സ്റ്റാർട്ടായി, 3ഉം സ്റ്റാർട്ടായി, 4ഉം സ്റ്റാർട്ടായി. അടുത്ത് തന്നെയുള്ള ഏതോ ഇന്തോനേഷ്യൻ ഇതിലോ എവിടെയോ പെട്ടെന്ന് അവർ ലാൻഡ് ചെയ്തു. അടുത്ത് തന്നെ ഉള്ളത് കണ്ടുപിടിച്ച്. പക്ഷേ ലാൻഡ് നോക്കുമ്പോഴും പക്ഷേ ഫ്രണ്ടിൽ ഒന്നും കാണാനില്ല. ജക്കാർത്തയിലാണെന്ന് തോന്നുന്നു കേട്ടോ, അത് വായിച്ച പേര് മറന്നു. അപ്പോൾ അവർ ലാൻഡ് ചെയ്യണമെങ്കിൽ അവർക്ക് സിഗ്നൽസ് കാണണ്ടേ, എന്നിട്ട് വേറെ എന്തൊക്കെയോ സിഗ്നലുകൾ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടാണ് ഗ്രൗണ്ടിൽ നിന്ന് കൊടുത്തിട്ടാണ് അവർ അത് നോക്കി ബ്ലൈൻഡിൽ ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ സിഗ്നൽസ് മാത്രം നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല, കണ്ടിട്ടല്ലേ റൺവേയിൽ ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന്. അതപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതെന്ത് പ്രതിഭാസമാണ് നടന്നതെന്ന് വെച്ചാൽ, ഇവർ നേരെ പോയി ഉള്ളിലേക്ക് കയറിയത് ഒരു വോൾക്കാനോ ഇറപ്റ്റ് ചെയ്തിട്ട് മുകളിലെ പുകകളുണ്ടായിരുന്നു. ആ പുക വോൾക്കാനിക് ഇറപ്ഷൻ ക്ലൗഡിലേക്കാണ് ഈ ഫ്ലൈറ്റ് ചെന്ന് കയറിയതെന്ന്. അങ്ങനെ കയറിക്കഴിഞ്ഞ് അങ്ങനെ ഇത്രയും ഒരു ക്ലൗഡിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു സാധനം ചെന്ന് കയറി ആലോചിച്ച് നോക്കും, പിന്നെ അതിൽ നിന്ന് പുറത്ത് വരണേയില്ല. ആ സമയത്ത് ഇവർ താഴോട്ട് പതിച്ചില്ലേ. അപ്പോൾ അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, കയറി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഈ പുകയുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഇതിനകത്തു നിന്നുള്ള പാർട്ടിക്കിൾസൊക്കെ ഈ രണ്ട് കുഴലുകൾ പോലെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ കണ്ടിട്ടില്ലേ, 2 കുഴൽ പോലെ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും അതിൻ്റെ ഉള്ളിലേക്ക് കയറിയെന്ന്. വിങ്സിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ വോൾക്കനോടെ പാർട്ടിക്കിൾസ് കയറിയെന്ന്, കെമിക്കൽസ്, ആ പാർട്ടിക്കിളെല്ലാം കയറി, മെറ്റാലിക് പാർട്ടിക്കിളൊക്കെ കയറി എഞ്ചിനിലൊക്കെ ഒട്ടി എഞ്ചിൻ സ്റ്റക്കായിപ്പോയി. അപ്പോൾ അതവിടെ അത്രയും തണുപ്പല്ലേ, ആ താഴോട്ട് വരണ ഇതിൽ ടെമ്പറേച്ചർ കൺട്രോള് മാറിക്കഴിഞ്ഞപ്പോൾ ആ ടെമ്പറേച്ചറിൽ നിന്ന് താഴോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇത് മെൽറ്റാവാൻ തുടങ്ങിയെന്ന്. ഇത്രയും ഹൈറ്റിൽ നിന്ന് താഴെ വന്നില്ലേ, അത് മെൽറ്റായപ്പോൾ തന്നെത്താൻ റീസ്റ്റാർട്ടായി, അതൊക്കെ വിട്ടുപോയി. അതിൻ്റെ ഉള്ളിൽ നിന്ന് അതെല്ലാം മെൽറ്റായി പോയതുകൊണ്ട് സ്റ്റക്കായ എൻജിൻ സ്റ്റാർട്ടായി. അങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടതെന്ന് പിന്നീട് ഒരു റൈറ്റപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എത്യോപ്യൻ അവിടെ ഈ വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായപ്പോൾ നമുക്ക് എങ്ങനെ എഫക്റ്റ് ആകുമെന്ന് ചോദിച്ചില്ലേ, അതിന് പകരമായിട്ട് ഈ ആളുകളൊക്കെ അതിൽ എഴുതിയിട്ടിരുന്ന FBയിലൊക്കെ പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളോടും കൂടി ഇത് പറയാമെന്ന്. നമ്മൾ എപ്പോഴും വണ്ടർ അടിക്കും അല്ലേ, ഇതെങ്ങനെയാണ് ഇത് അവിടെ നടന്നത് എങ്ങനെയാണ് വരണേ, പുകയല്ലേ ഇതെന്നൊക്കെ വിചാരിക്കും. ഇതാണ് കാരണം. അപ്പോൾ ഏവിയേഷനിൽ ഭയങ്കര റിസ്ക്കാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അവരുടെ ആ ദൈവത്തിൻ്റെ കയ്യൊപ്പ് അവിടെ വന്നത് കണ്ടോ, അതായത് താഴോട്ട് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വിചാരിക്കും അത് പോയി എന്ന് വിചാരിക്കും. പക്ഷേ അവിടെ ഇൻ്റർവീൻ ചെയ്തു.
എത്രയോ പ്രയേഴ്സ് അവിടെ അവർ ചെയ്തിട്ടുണ്ടാവും അല്ലേ, ഇതിലിരിക്കുന്ന പാസഞ്ചേഴ്സും ഇതും. അപ്പം ഇതിൽ പറഞ്ഞു വന്ന കാര്യം, ഈ ഖെയോസിൻ്റെ നടുവിൽ ആ ക്യാപ്റ്റൻ ആ സമചിത്തത കൈവിടുന്നില്ല. അങ്ങനെ ഇരുന്നങ്ങ് പറഞ്ഞു എന്നാണ് കാം വോയിസിൽ. അദ്ദേഹം പിന്നെ റിട്ടയർഡായി. അതൊക്കെ ഇതിലുണ്ട്, നിങ്ങൾ തപ്പി നോക്കൂ കേട്ടോ. ബ്രിട്ടീഷ് എയർവേസ് 9 അങ്ങനെ ഏതാണ്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ ടോപ്പിക്ക്. ഞാൻ അത് അത്രയും കാണാപ്പാടം പഠിച്ച് വെച്ചില്ല കേട്ടോ. ഞാനൊരു ഇൻസിഡൻറ്റ് വായിക്കും, അതിങ്ങനെ മെമ്മറൈസ് ചെയ്ത് വെക്കും, എന്നിട്ട് ഞാൻ പറയുകയാണേ. അപ്പോൾ ചിലപ്പോൾ ചെറുതായിട്ട് ഇത് തെറ്റിപ്പോവും നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി വെക്കണം. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് ഇതെന്താണോ അങ്ങനെ ചിന്തിച്ച് വെറുതെ ഇരിക്കരുത്. ഇപ്പോൾ അറിവുകളല്ലേ നമ്മുടെ ഗൂഗിൾ ഇങ്ങനെ മുമ്പിൽ കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കൂ കേട്ടോ. ചില സമയങ്ങളിൽ നമ്മൾ ഇപ്പോൾ ഈ യൂട്യൂബിലെ കാര്യം പറഞ്ഞു വന്നതും ഇതും കൂടെ കണക്ട് ചെയ്ത് പറയുകയാണ്. ചില സമയങ്ങളിൽ നമുക്ക് ചില ഗൈഡൻസസ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ ആ ഗൈഡൻസസ് നമുക്ക് ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ആ ഗൈഡൻസ് എടുക്കുക, മാറിപ്പോവുക. നമ്മുടെ പേഴ്സണ് ചടവ് വരാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. വളരെയധികം നന്നായിട്ട് എന്താ പറയുക, നന്നായിട്ട് അത് തന്നെ ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകളെ പറ്റി അല്ല കേട്ടോ ഞാൻ പറയണം. വലിയ വലിയ ഗുരൂസൊക്കെ ഉണ്ടല്ലോ, മെൽ റോബിൻസ്, പിന്നെ ജയ് ഷെട്ടി, അവരൊന്നുമല്ല ഞാൻ പറയുന്നത്. ചെറുതായിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, കുറച്ചെങ്കിലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ആ അങ്ങനത്തെ കോഴ്സസൊക്കെ എടുത്ത് ഒരു ഇത്തിരിയുടെ എന്താ പറയുക, നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുന്നു പറയുന്ന പോലത്തെ ഇതൊക്കെ എടുക്കൂ. അല്ലാതെ ഇങ്ങനെ ചെറിയ അത് എന്താ അതിന് പറയുക, ഓൺലൈൻ പഠിച്ചിട്ട് സ്വിമ്മിങ് പഠിക്കാൻ നോക്കുമോ ഓൺലൈനിൽ? ഇല്ലല്ലോ. ഇതുപോലെ തന്നെയാണിത്. ഈ കോഴ്സസിനെ ഞാൻ അങ്ങനെയാണ് പറയണത്. ഇത് ഓൺലൈനിൽ സ്വിമ്മിങ് പഠിപ്പിക്കുന്ന കോഴ്സസ് പോലെയാണ് ഇതൊക്കെ. അല്ലെങ്കിൽ ഓൺലൈനിൽ ഡ്രൈവിങ് പഠിപ്പിക്കാൻ പറ്റുമോ? നമ്മൾ സ്കില്ല് നമ്മൾ തന്നെ വേണ്ടേ ചെയ്യാനായിട്ട്. സോ ബി കെയർഫുൾ. നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയും അതിനെ പാകപ്പെടുത്തുകയും ചെയ്യുകയാണ് വേണ്ടത്. അവർ പറഞ്ഞു തരുന്നതിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, ഇല്ല എന്നല്ല. പക്ഷേ കോഴ്സസിന് ചേരുന്നത് അത്രയും എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളുടെ അടുത്തുനിന്ന് എടുക്കൂ. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മിസ്ഗൈഡഡ് ആയി പോകും കേട്ടോ. കുറേ പേരുടെ കാര്യങ്ങൾ ആരുടെ പേര് പറഞ്ഞിട്ട് അധിക്ഷേപിക്കുകയല്ല കേട്ടോ. അത് അവരുടെ ടാലൻറ്റാണ്, അവർക്കത് ഉണ്ടാക്കാൻ പറ്റുന്നത്. പക്ഷേ എൻ്റെ രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാണ്. കാരണം പല ആൾക്കാരും എന്നോട് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ എൻ്റെ അടുത്തുനിന്ന് ലീഗൽ അഡ്വൈസ് ചോദിക്കുന്നു. ഞാൻ ഇതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. ഐ ആം നോട്ട് ഡൂയിങ് എനിത്തിങ് ഫോർ മണി. ഇപ്പം ഇതാണ് ഇപ്പോൾ എനിക്കിഷ്ടവും, ഫ്രീ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എനിക്കിഷ്ടവും. അതുകൊണ്ട് ലീഗൽ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടി കട തുറന്നിരിക്കുന്ന, ഷോപ്പ് ഇട്ടിരിക്കുന്ന, പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അത് കുഴപ്പമാകും. ഞാനങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണല്ലോ അവരവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാം ഫ്രീ ആയിട്ട് നിങ്ങളുടെ മേശപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് അല്ലെങ്കിൽ വീട്ടിൽ കിടന്നിട്ട് നിങ്ങൾ ലീഗൽ അഡ്വൈസ് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ഗോയിങ് ടു ഹാം യു. ഓക്കെ, ഐ മീൻ ഹാം അതേഴ്സ് ഓൾസോ. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. പിന്നെ മുറിവൈദ്യം ആപത്തെന്ന് പറഞ്ഞാൽ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് നിങ്ങൾ ഇതിനകത്ത് വല്ലയിടത്തും മെസ്സേജ് ഇടുമ്പോൾ ഞാൻ മറുപടി തരുന്നതേ തെറ്റാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ. അപ്പോൾ ഈ ടോപ്പിക്കിൽ ഞാനൊരു ടേക്ക് അവേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുണ്ടാക്കുന്ന ഖ്യാവോസും പുറത്തുനിന്ന് വരുന്ന ഖ്യാവോസും എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഇവിടെ കണ്ടെയ്ൻ ചെയ്ത് ഇങ്ങനെ നിൽക്കണം. വേറെ ആർക്കും നമ്മളെ ഒന്നും ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റില്ല. നമ്മുടെ മനസ്സിനെ നമ്മളതിന് പാകപ്പെടുത്തണം. അതിന് സ്പിരിച്വൽ പ്രാക്ടീസസ് ഉണ്ട് അല്ലേ, യോഗ, സ്പിരിച്വൽ പ്രാക്ടീസസ്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഫിസിക്കലി നമ്മൾ എക്സസൈസ് ചെയ്യുന്ന പോലെ മനസ്സിനെ ദൃഢപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. അല്ലാതെ കണ്ട് ഒരാൾക്കും നമ്മളെ വന്നിട്ട് ഹെൽപ്പ് ചെയ്തിങ്ങനെ പൊക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. സോ ബി കെയർഫുൾ, ഡോണ്ട് ഫോൾ ഫോർ ഓൾ ദീസ് ക്വാക്സ് കേട്ടോ. ഒരു ക്വാക്ക് എന്നുള്ള വേർഡ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ക്വാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാജന്മാരെന്നുള്ള അർത്ഥം. വ്യാജ ഡോക്ടേഴ്സ് ഉണ്ട്, പിന്നെ ഇതുപോലെയൊക്കെ ഉണ്ട്. ദാറ്റ്സ് നോട്ട് ദ വേ. എനിക്കെന്തോ അത് അങ്ങനെ ചെയ്യരുതെന്ന് തന്നെയാണ് ഞാൻ എല്ലാവരോടും പറയുക. ഓക്കെ, നിങ്ങൾ തന്നെ പുസ്തകങ്ങൾ വായിക്കുക, നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ സമാധാനപ്പെടുത്തുക, ബ്രീതിങ് ടെക്നിക്സ് ഒക്കെ എടുക്കുക. അത് അവർ ഫ്രീ ആയിട്ട് പറഞ്ഞു തരുന്ന ആ കോഴ്സ് ഇതൊക്കെ ഉണ്ടല്ലോ, വീഡിയോസൊക്കെ ഇഷ്ടം പോലെയുണ്ട് വലിയ വലിയ ആളുകളുടെയൊക്കെ. അതൊക്കെ കേൾക്കൂ കേട്ടോ. ചിയേഴ്സ്.